ഒരു ആവറേജ് അഭിപ്രായം കിട്ടിയാൽ തന്നെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ പറ്റുന്ന, ഇനി നല്ല അഭിപ്രായം വന്നാൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പറ്റുന്ന മലയാളത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള താരം. പക്ഷേ താരം എന്നൊക്കെ വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്തോ ഇഷ്ടമാണ് എനിക്ക് എന്ന് പറയാനാണ്. കാരണം സ്ക്രീനിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ ഇമോഷൻസും, അദ്ദേഹം ചിരിക്കുമ്പോൾ കരയുമ്പോൾ അത് അവിടെയാണോ സംഭവിക്കുന്നത് അതോ ഇവിടെയാണോ സംഭവിക്കുന്നത് എന്ന് സംശയം ഉണ്ടാക്കി തരുന്ന, ഞാൻ നിൽക്കുകയും നടക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അതുപോലെയല്ലേ എന്ന സംശയം നമ്മളിലുണ്ടാക്കുന്ന അത്രയും ഇൻഫ്ലുവൻഷ്യലായ, അത്രയും പ്രിയപ്പെട്ട എൻ്റെ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ, മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമാണ് ഇന്നത്തെ ദിവസം. കൃത്യമായിട്ട് പറഞ്ഞാൽ 2 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 20കളുടെ തുടക്കത്തിൽ, എന്ന് വെച്ചാൽ എൻ്റെ റേഡിയോ ജോക്കി കരിയറൊക്കെ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കണ്ട ഒരു ദിവസമുണ്ട്. ഒരുപാട് ഇൻസെക്യൂരിറ്റീസും കുറേ ചിന്തകളൊക്കെ ആയിട്ട് മാറി നിന്ന് എന്നോട്, മോൻ എന്താ അവിടെ നിൽക്കുന്നത്, വാ എന്ന് പറഞ്ഞ് എന്നെ അടുത്തേക്ക് വിളിച്ച് അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത ലാലേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളായിട്ട് എനിക്ക് തോന്നി ദശരഥം ഒന്നുകൂടി കാണണമെന്ന്. ആക്ച്വലി ദശരഥം കണ്ടു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ കണ്ടു മറന്ന ആ സിനിമയിലെ ക്ലൈമാക്സ് സീനാണ് ഇന്നും എൻ്റെ മനസ്സിലുള്ളത്. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കൃത്യമായിട്ട് ആ സീൻ പറഞ്ഞുതരും. തൻ്റെ ചോരയിൽ പിറന്ന മകനെ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം അവരുടെ ഭർത്താവിനോട് പറയുന്നുണ്ട്, ചന്ദ്രദാസ് നിങ്ങളൊരു വലിയ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. ഇവരെ ഒരു മത്സരത്തിൽ കുടുക്കി ബുദ്ധിമുട്ടിക്കരുത്, ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോകും, അത് പാടില്ല. അത് കഴിഞ്ഞും ഡയലോഗ്സ് ഉണ്ട്. പക്ഷേ ദി മോസ്റ്റ് പോപ്പുലർ ഡയലോഗുകളിലൊന്ന് പിന്നീടാണ് വരുന്നത്. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ആ ഡയലോഗ് ചോദിക്കാൻ എടുക്കുന്ന സമയം, ആ ഡയലോഗ് പറഞ്ഞു തീരുമ്പോൾ സുകുമാരിയമ്മ നോക്കുന്നൊരു നോട്ടം ഇല്ലാണ്ടായിപ്പോവും. അത്രയുമാണ് ദശരഥം എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ മനസ്സിൽ മായാതെ കിടന്ന ഓർമ്മ. പക്ഷേ ഇന്ന് ഞാൻ ആ സിനിമ വീണ്ടും കാണുമ്പോൾ ഒരുപക്ഷെ ലാലേട്ടനെ കുറിച്ച് മാത്രമല്ല, ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. രേഖ എന്ന അഭിനേത്രിയെക്കുറിച്ച് ഇത്രയൊന്നും നമ്മൾ മലയാളികൾ പറഞ്ഞാൽ പോരാ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അത്രമേൽ ഗംഭീരമായ, ഒരുപക്ഷെ ഈ അവസാന ഡയലോഗിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള വേറെയും ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയാണ് ദശരഥം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെക്കുറിച്ച്, സെറോഗസിയെക്കുറിച്ചൊന്നും വലിയ അറിവുകളൊന്നും ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനൊരു സിനിമ അവരെടുത്തു വെച്ചു. അതും എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ആ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സിബി മലയിലിനെയൊക്കെ ഒരു അക്ഷരം തെറ്റാതെന്നല്ല, ഒരു കോമയോ ഒരു ഫുൾ സ്റ്റോപ്പോ പോലും തെറ്റിക്കാതെ ലെജൻഡ് എന്ന് വിളിക്കാൻ തോന്നിപ്പിക്കുന്ന അത്രമേൽ ഗംഭീരമായി അദ്ദേഹം ഈ സിനിമ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ലോഹിതദാസ് തിരക്കഥൊരുക്കി, സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, മുരളി, രേഖ, നെടുമുടി വേണു, KPC ലളിത, സുകുമാരൻ, ജയഭാരതി തുടങ്ങിയൊരു വലിയ താരനിരയുമായിട്ട് വന്ന സിനിമയാണ് ദശരഥം. ജോൺസൺ മാഷാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. മന്ദാര ചെപ്പുണ്ടോ എന്ന് പറയുന്ന ട്രാക്ക് ഒരുപാട് പേരുടെ ഓൾ ടൈം ഫേവറിറ്റ് സോങ് ആയിരിക്കും. വേറെയും ഒരു പാട്ട് കൂടി അതിൽ ലിസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു ഹമ്മിങ് മാത്രമുള്ളൊരു കുഞ്ഞ് ട്രാക്കുണ്ട്. നിങ്ങൾ ആ സിനിമ ഇനി ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ സിനിമ ഒരു അല്പം ഫ്രണ്ടിലേക്ക് എന്നതിന് ശേഷം കുഞ്ഞും ആനിയുമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായി തുടങ്ങുന്ന ഒരു മൊമെൻറ്റിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ആ സമയത്തുള്ളൊരു ഹമ്മിങ് ഉണ്ട്. സ്വർണ്ണലതയാണ് അതിൻ്റെ ഫീമെയിൽ പാടിയിരിക്കുന്നത്. മെയിൽ പാടിയിരിക്കുന്നത് ആരാണ് എന്നെനിക്ക് കിട്ടിയില്ല. ഹമ്മിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ത് ഗംഭീരമായിട്ടാണ് ആ ഒരു കുഞ്ഞു പോർഷൻ പോകുന്നത്. കഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കഥാനായകൻ രാജീവ് മേനോൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ 25 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അമ്മ ഒരു 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞിനെ തനിച്ചാക്കി ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് തനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ഇറങ്ങിപ്പോയതാണ്. രത്നഗിരി പ്ലാന്റേഷൻസിൻ്റെ ഉടമയായി രാജീവ് മേനോനെ നമ്മൾ കാണുമ്പോഴേക്കും അമ്മ ഉപേക്ഷിച്ച് പോയ 3 വയസ്സുകാരനിൽ നിന്ന് 30കൾക്ക് മുകളിൽ നിൽക്കുന്നൊരു പ്രായത്തിലേക്ക് അദ്ദേഹം എത്തി. അമ്മ ഇല്ലാതെ വളർന്നതിൻ്റെ, ഒരുപക്ഷെ അമ്മയോടുള്ള വെറുപ്പിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സ്ത്രീകളോട് അദ്ദേഹത്തിന് ഒരു ഇഷ്ടക്കേടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ബന്ധങ്ങൾ, അതിൻ്റെ തീവ്രത, ഇതിലൊന്നും വിശ്വാസമില്ലാതെ, നല്ല സൗഹൃദങ്ങൾ പോലും ഇല്ലാതെയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായ വെള്ളമടിയും സിഗരറ്റ് വലിയൊക്കെ കാരണം പെണ്ണന്വേഷിച്ചിട്ടും കല്യാണം നടക്കാത്ത അവസ്ഥയിലാണ് അയാൾ. കരമന ജനാർദ്ദൻ നായർ അവതരിപ്പിക്കുന്ന പിള്ളസാർ എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹമാണ് ഈ സ്വത്തുവകകളൊക്കെ നോക്കി നടത്തുന്നത്. അതിൽ ഭയങ്കര രസമുള്ള, വണ്ടർഫുള്ളി എന്ന് വെച്ചാൽ ഈ സിനിമയിൽ രാജീവ് മേനോൻ എന്ന് പറയുന്ന ഈ മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ ആനി എന്ന് പറയുന്ന രേഖയുടെ ക്യാരക്ടർ, ചന്ദ്രദാസ് എന്ന് പറയുന്ന മുരളിയുടെ ക്യാരക്ടർ, ഇതിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ക്യാരക്ടറൈസേഷൻ അത്രയും ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ന് ഫീൽ ചെയ്യിപ്പിച്ച ഒരു ഡയലോഗ് എവിടെയാണെന്നറിയോ? നമ്മളീ പറഞ്ഞ പിള്ളസാർ, സുകുമാരൻ അവതരിപ്പിക്കുന്ന ഹമീദ് ഡോക്ടർ എടുത്ത് ചെന്നിട്ട് രാജീവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് അമ്മ ഉപേക്ഷിച്ച് പോയതാണ് എന്നൊക്കെ. ആ സമയത്താണ് അവിടേക്ക് ജയഭാരതി വരുന്നത്. അപ്പോൾ പിള്ളസാറിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഇവരിനി എങ്ങാനും ഈ കാര്യം രാജീവിനോട് ചോദിച്ചാലോ. അപ്പോൾ ജനറലായിട്ട്, അതായത് ജയഭാരതിയെ നോക്കിയല്ല സംസാരിക്കുന്നത്, ജയഭാരതി വരുന്നത് കാണുമ്പോഴേക്കും
സുകുമാരനോടൊന്നും അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഇവർ പറയാണ്, ഇദ്ദേഹം പറയാണ് ഇതൊന്നും ആരും അവനോട് ചോദിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ ജയഭാരതിയുടെ റിപ്ലൈ വരുന്നത് ഞങ്ങൾ ആരും ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല എന്നാണ്. അതിൽ ഒരു നീരസവും ഇല്ലാതെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന ആളെ കുത്തി പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞതാണ് എന്നൊന്നും ഫീൽ ചെയ്യിപ്പിക്കാതെ വളരെ രസമായിട്ട് ആ കോൺവെർസേഷൻ, അതായത് പിള്ള സാർ എന്ന് പറയുന്ന ആൾ അത്രയും സ്വത്തുവകകളും ഒരുപാട് സ്റ്റാഫിനെയും ഒക്കെ നോക്കി നടത്തുന്ന എല്ലാത്തിനെയും ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒത്തിരി ആളുകളെ മാനേജ് ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഒരാളെ ഹേർട്ട് ചെയ്യാതെ എന്നാൽ പറയേണ്ട കാര്യം പറയാനുള്ള അയാളുടെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ. ജയഭാരതി അതിനോട് റിയാക്ട് ചെയ്തിരിക്കുന്ന രീതി, അയ്യോ ആ സീൻ ഞാൻ ഇപ്പോൾ കാണുമ്പോഴാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു സിനിമയാണ്. ആക്ച്വലി ഈ സിനിമ റിലീസാവുന്നത് 89 ഒക്ടോബർ സമയത്താണ്. ഞാൻ ജനിക്കുന്നത് 90-ലാണ്. ഞാൻ ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ. ഇന്ന് ഞാൻ ആ സിനിമ കാണുമ്പോൾ അതിലെ ഡീറ്റെയിലിംഗ് കാണുമ്പോൾ അതൊരു ഭയങ്കര ഫീലാണ്. അത് കഴിഞ്ഞ് നമ്മൾ കറിയാച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നെടുമുടി വേണുവാണ് ആ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. രാജീവ് മേനോന് വെള്ളമടിക്ക് നല്ല കമ്പനി കൊടുക്കുന്ന അവിടുത്തെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് കറിയാച്ചൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ രാജീവ് മേനോൻ കാണുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു, എന്നിട്ട് അവർ ഒരുമിച്ച് വെള്ളമടിച്ച് ബോധമില്ലാതെ രാജീവ് മേനോൻ്റെ ഈ ബംഗ്ലാവിലേക്ക് കയറി വരികയാണ്. ആ കയറി വരുന്ന സമയത്ത് അതിമാരകമായിട്ടുള്ള ഒരു സീനുണ്ട്. ഞാൻ പറയുന്നത് ആനി മോനെ സ്നേഹിച്ച പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിക്കുന്ന സീനിനെ ഒരുപക്ഷെ അതിനേക്കാൾ ഗംഭീരമായ സീക്വൻസുകൾ കിടക്കുകയാണ്. ഓരോ കുഞ്ഞു കുഞ്ഞു നോട്ടത്തിലൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ പ്രതിഭ നമ്മളെ ഞെട്ടിക്കുന്ന സീനുകളാണ്. അതിലൊന്നാണിത്. ഈ പിള്ള സാറ് പറയാണ് വേറൊരു മാനേജറെ നോക്കണം, എനിക്ക് ഇനിയെങ്കിലും എൻ്റെ മക്കൾക്കൊപ്പം പോയി ജീവിക്കണം എന്ന്. കാരണം 25 കൊല്ലം മുമ്പ് രത്നഗിരി പ്ലാന്റേഷൻസിൻ്റെ മുതലാളിയായിരുന്ന രാജീവ് മേനോൻ, അതായത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ ക്യാരക്ടർ മരിച്ചു പോകുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ സ്വന്തം കുഞ്ഞിനെ പോലെ ഇയാൾ അവനെ നോക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം മക്കളുമായിട്ട് അയാൾക്ക് എത്ര ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ. ഇത്തരം കാര്യങ്ങൾ നോക്കി നടത്തണ്ടേ. അപ്പോൾ അയാൾ എനിക്ക് എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ തിരിഞ്ഞങ്ങ് നിൽക്കും. അപ്പോൾ ഞാനോ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്, എന്നിട്ടൊരു പോസ് ഉണ്ട്. അതായത് ആ സീൻ, അപ്പോൾ ഞാനോ, അപ്പോൾ തന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല. ആ പ്ലേസ്മെൻറ്റ്, ആ എഡിറ്റ് വേണുവാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, എൽ ഭൂമിനാഥനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ സെൻസ് അപാരമാണ്. അപാരം എന്ന് പറഞ്ഞാൽ ഈ ആക്ടറിനെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് എന്ന് സംവിധായകനറിയാം, തിരക്കഥാകൃത്തിനറിയാം, ഈ ക്യാമറാമാനും എഡിറ്ററിനും അറിയാം. അതിൻ്റെ ഒരു അംശം പോലും മിസ്സാവാത്ത രീതിയിൽ അതങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ആ നോട്ടമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നെടുമുടി വേണു ചോദിക്കുമ്പോൾ, കറിയാച്ചൻ ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് എന്നെ വിട്ട് അങ്കിൾ എവിടെയും പോവില്ല എന്ന്. കാരണം അയാൾക്ക് ഈ ലോകത്ത് അയാളെ വിട്ടു പോവില്ല എന്നുറപ്പുള്ള, അയാൾക്കൊപ്പം ഉണ്ടാകുമെന്ന് അയാൾ വിശ്വസിക്കുന്ന ഏക ബന്ധു എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പിള്ള സാറിനെ പറയാം. അയാളും ആ കരുതലും സ്നേഹവും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കല്യാണം കഴിക്കണം എന്ന് ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ ആഗ്രഹമുണ്ട്, പുള്ളിക്ക് അതിനോടുള്ള താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇയാളെ ഉപദേശിക്കാൻ നോക്കുന്ന ചില സീനുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ റീലടിക്കുന്ന ചേട്ടന്മാർ, അതായത് ഈ സിനിമയിലെ സീനുകളൊക്കെ എടുത്ത് റീലടിക്കുന്ന ആളുകൾ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഉടനെ റീലായിട്ട് ഇടാനും അത് വലിയ വൈറലാവാനും സാധ്യതയുള്ള ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ജയഭാരതി, സുകുമാരൻ അവരുടെ ക്യാരക്ടേഴ്സ് ഉപദേശിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്നെ വേണമെങ്കിൽ നല്ല 4 ഇടി ഇടിക്കൂ, അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കൂ, അപമാനിക്കൂ, പക്ഷേ ഉപദേശിക്കരുത് എന്ന് പറയുന്നതാണ്. അങ്ങനെ ഈ രാജീവ് മേനോൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവങ്ങൾ, ഇയാളുടെ ഒരു അവസ്ഥ എന്താണ്, നിലവിൽ എന്താണ് കാര്യം, ഇയാളുടെ ഒരു ഹിസ്റ്ററി എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു ഏകദേശ ധാരണ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് മെയിൻ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. കറിയാച്ചൻ്റെ ഭാര്യയും മക്കളും അവരുടെ ക്രിസ്മസ് വെക്കേഷന് എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാമെന്ന് മക്കൾക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെ താമസിപ്പിക്കും, അതിനൊക്കെ എന്ത് ചിലവാണ്, കൈ കാശില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ രാജീവ് മേനോൻ വളരെ ഈസി ആയിട്ട് പറയും അയാൾക്ക് ആകെയുള്ള വെള്ളോടി കമ്പനി എന്ന് പറയുന്നത് കറിയാച്ചനാണ്. അത്യാവശ്യം എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും കറിയാച്ചൻ ഓടി വരും. അപ്പോൾ കറിയാച്ചനോട് അയാൾ പറയുന്നത് എന്തിനാണ് വേറെ സ്ഥലം അന്വേഷിക്കുന്നത്, എൻ്റെ വീട്ടിൽ താമസിച്ചൂടെ എന്നാണ്. അപ്പം നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു മുഖത്ത് വരുന്നൊരു രസമുള്ള ചിരിയൊക്കെ ഉണ്ട്. അതും ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് കറിയാച്ചൻ്റെ ഭാര്യയും മക്കളും ട്രെയിനിന് വരികയാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ലാലേട്ടൻ ഇങ്ങനെ സിഗരറ്റ് വലിച്ച് നിൽക്കുന്ന ഒരു ഷോട്ടാണ്. ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് ശരിക്കും ഞാനൊരു ജാപ്പനീസ് സിനിമയൊക്കെ കാണുന്ന പോലെ ഭയങ്കര രസമാണ്. നിങ്ങൾ ആ ഒരു ഷോട്ട് ഇങ്ങനെ, അതായത് വെറുതെ പോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വാൾപേപ്പർ അടിക്കാൻ പറ്റുന്ന പോലെ അത്രയും ഗംഭീരമായിട്ടുള്ള, അത്രയും രസമുള്ളൊരു ഷോട്ട്. അത് കഴിഞ്ഞാണ് KPS ലളിത എൻട്രാവുന്നത്. സത്യം പറയാലോ, KPS ലളിത വന്നിറങ്ങി കഴിയുമ്പോഴാണ് ഈ സിനിമയുടെ പേസ് അങ്ങോട്ട് മാറുന്നത്. അങ്ങനെ ഒരു അഭിനേത്രിയൊക്കെ ഇനി ഏത് കാലത്തുണ്ടാവും എന്ന് ചോദിക്കാൻ തോന്നിപ്പോവാണ്. കാര്യം ഭയങ്കര ലൈവാക്കി കളയാണ് പടം. അത്രയും നേരം ഇവരിങ്ങനെ വെള്ളമടിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് 1-2 മൊമെൻറ്റ്സ് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും KPS ലളിത വന്നിറങ്ങി കഴിയുമ്പോഴേക്കും സിനിമ അങ്ങോട്ട് ചാഞ്ചാടുകയാണ്. അതിന് ഭയങ്കര രസമുള്ളൊരു ഡൈനാമിക് ഉണ്ടാവുകയാണ്. അവർ മക്കളെ ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് മോളെ മുന്നോട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളുകയാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ കുറച്ച് മുകളിലായിട്ടൊരു ചെറിയ തട്ടാണ്. ഇതൊക്കെ നമുക്ക് ഈ അമ്മമാരിൽ കാണാൻ പറ്റുന്നൊരു
ഭയങ്കര രസമുള്ളൊരു സാധനം. അതിനകത്ത് സ്നേഹമുണ്ട്, അതേസമയം ഒരു 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 ദേഷ്യപ്പെടലുണ്ട്, പിന്നെ ഒന്ന് ഫോഴ്സ് ചെയ്യലുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് രാജീവ് മേനോൻ്റെ വീട് ഇവർ കാണുമ്പോൾ, അതിനുശേഷം രാജീവിനോട് ഇവർ സംസാരിക്കുമ്പോൾ ഭയങ്കര രസമുള്ളൊരു സംഭവമുണ്ട്. ഈ രാജീവ് മേനോൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ കാണുമ്പോഴൊക്കെ എല്ലാവരെയും പേര് വിളിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഇയാൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് ബന്ധങ്ങളും അല്ലെങ്കിൽ സ്വന്തങ്ങളെന്ന് പറയാനുള്ള അങ്ങനത്തെ വിളികളൊന്നും ഇയാൾക്കില്ല. അപ്പോഴാണ് ഈ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ KPS ലളിത അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരെടുത്ത് രാജീവ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ തിരിച്ചു പറയും, കാശും പണമൊക്കെ ഉണ്ടെന്ന് കരുതി മുതിർന്ന ആളുകളെ പേര് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ചേച്ചിന്ന് വിളിച്ചാൽ മതിയെന്ന്. അത് പറയുമ്പോൾ ആ ക്യാരക്ടർ കാണിക്കുന്ന ഒരു അധികാര ഭാവമുണ്ട്. ഒരു ചേച്ചി എന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാവമൊക്കെ ഉണ്ട്. ആൻഡ് ഈ പിള്ളേർ വന്നു കഴിയുമ്പോഴേക്കും രാജീവിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ മാറാണ്. രാവിലെ എണീക്കുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോവുക, പിന്നെ വെള്ളോടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് രാത്രി പിള്ളേർ മുഴുവൻ കൂടെ ഇരിക്കുന്നു, അവരെയും കൊണ്ട് രാവിലെ കറങ്ങാൻ പോകുന്നു, സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. അപ്പോൾ ഈ കറിയാച്ചൻ്റെ ഏറ്റവും ഇളയ മോനുണ്ട് തൊമ്മൻ. അവൻ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തൊട്ട് രാജീവിൻ്റെ തോളത്ത് കയറിയതാണ്. രാജീവുമായിട്ട് അവൻ ഭയങ്കര ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഈ കുട്ടികളൊന്നും ഹാൻഡിൽ ചെയ്തിട്ടില്ല. 3-ാം വയസ്സിൽ അമ്മ ഉപേക്ഷിച്ച് പോയി, വളരെ ചെറിയ പ്രായത്തിൽ അച്ഛനും മരിച്ചു. ഇയാൾ ഒറ്റയ്ക്ക് വളർന്നതാണ്. ഇയാൾക്ക് ബന്ധങ്ങളോ സ്വന്തങ്ങളോ അങ്ങനെ ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളായിട്ട് ഇയാൾ ഡീൽ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയുടെ എക്സ്പ്ലനേഷൻ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ ഒരു ചൈൽഡ്ഹുഡിനെ നമ്മളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയും ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഒരുപാട് വേദനകളുടെ, ഒരുപാട് നഷ്ടബോധങ്ങൾ, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നമ്മുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ കാണാൻ പറ്റും. ഇവിടെ രാജീവ് എന്ന് പറയുന്ന ക്യാരക്ടർ അയാളുടെ കുട്ടിക്കാലത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരുമിച്ചിരിക്കലിൻ്റെ സുഖം, ഒരു കൂട്ടുണ്ടാവുന്നതിൻ്റെ സന്തോഷം, ഇതൊക്കെയും ഈ തൊമ്മൻ എന്ന് പറയുന്ന കുട്ടിയുമായിട്ട് അല്ലെങ്കിൽ കറിയാച്ചൻ്റെ മറ്റു മക്കളും ഒക്കെ ആയിട്ട് ചേർന്ന് ഇയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അയാളുടെ ഇന്നർ ചൈൽഡ് ഭയങ്കര സന്തോഷത്തിൽ ആറാടുകയാണ്. അയാൾക്ക് കിട്ടിയ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് തൊമ്മൻ. അല്ലെങ്കിൽ കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ അയാൾക്ക് നഷ്ടപ്പെട്ട അയാളുടെ ബാല്യകാലത്തിനെ അയാൾ തൊമ്മനിൽ കാണുകയാണ്. തൊമ്മൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവൻ ഹാപ്പിയാണ്. പക്ഷേ രാജീവിന് കിട്ടാതെ പോയൊരു കാര്യം അത് രാജീവിന് തൊമ്മന് കൊടുക്കണമെന്നുണ്ട്. കാരണം അവനൊരു കണ്ണാടി പോലെയാണ് ആ കുട്ടി. ശരിക്കും തൊമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇവർ യാത്ര പറയുന്ന ഒരു സമയമുണ്ട്. KPS ലളിത വന്ന് കുട്ടികളോട് എല്ലാവരും റെഡിയാവും, നമുക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ തൊമ്മനെ ഇയാളൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആക്ച്വലി കൈവിട്ട് പോയൊരു കുട്ടിക്കാലത്തിനെ, ആ ചൈൽഡ്ഹുഡിനെ ഇനിയും നഷ്ടപ്പെടുത്താൻ വയ്യാത്ത ഒരു ഫീൽ ഉണ്ടല്ലോ. അയാൾ കെട്ടിപ്പിടിക്കുന്നത് അയാളുടെ തന്നെ കുട്ടി സെൽഫിനെയാണെന്ന് പറയുന്നത് ഭയങ്കര രസമാണെന്ന് ആ ഷോട്ടൊക്കെ. നിങ്ങൾ ആ ഒരു അർത്ഥത്തിലൊക്കെ കണ്ടിട്ട് ആ ക്യാരക്ടർ, അയാളുടെ ഹിസ്റ്ററിയൊക്കെ വെച്ചുകൊണ്ട് ആ സിനിമ കാണുന്ന സമയത്ത് ലാലേട്ടൻ എന്ത് മനോഹരമായിട്ടാണ് അത് ഡെലിവർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കുട്ടികളെയൊക്കെ ട്രെയിൻ കയറ്റി വിട്ടതിന് ശേഷം ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു വരവുണ്ട്. നമുക്കും ഫീൽ ചെയ്തു. ഇപ്പം എൻ്റെ അനിയത്തിമാരൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ കോൺവെൻറ്റിൽ നിന്നിട്ടാണ് പഠിച്ചത്. നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ, 4 മക്കളെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നോക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ കോൺവെൻറ്റിൽ കൃത്യസമയത്ത് ആഹാരം കിട്ടും, പഠനം നടന്നോളും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളാണ് അമ്മയുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഒരു 10 ദിവസം അവധി കിട്ടുമ്പോൾ, ഒരു 3 ദിവസം 4 ദിവസം ഒരുമിച്ച് അവധി കിട്ടുമ്പോഴൊക്കെ അവരെ വീട്ടിൽ കൊണ്ടുവരും. അവർ വീട്ടിൽ വന്ന് ഫുൾ അടിയും വഴക്കും ഒക്കെയാണ്. ആദ്യത്തെ ദിവസം നമ്മൾ നല്ല സ്നേഹമായിരിക്കും, പിന്നെ സ്ഥിരം കൂടപ്പുറപ്പ് പരിപാടികളാണ്. തമ്മിത്തല്ല്, ചീത്തവിളി, ബഹളം എല്ലാം. അമ്മയും പറയും, ഇതുങ്ങളെ തിരിച്ചു കൊണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അവരെ തിരിച്ചു കൊണ്ടാക്കിയതിന് ശേഷമുള്ള അന്നത്തെ വൈകുന്നേരം അതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിച്ചു പോകും. അത്രയ്ക്കും എന്താ പറയുക, ഞങ്ങൾ 3 പേര് വീട്ടിലുണ്ട്. 3 പേർക്ക് ഏകാന്തത അടിക്കുമെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. 3 പേര് ഇങ്ങനെ ഇരിക്കും, അവാർഡ് കിട്ടിയ പോലെ ഇരിക്കും. നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടിയിട്ടില്ലാതിരുന്ന ഒരു നല്ല കുട്ടിക്കാലം അവകാശപ്പെടാനില്ലാത്ത ഒരാൾ കുറച്ച് കുട്ടികളുമായിട്ട് ഒരു 3 ദിവസം അയാൾക്കൊരു ചേച്ചി ഉണ്ടാവുന്നു, ചേട്ടനുണ്ടാവുന്നു. അങ്ങനെ ഒരു നല്ല വെക്കേഷൻ 10 ദിവസം ആഘോഷിച്ചതിന് ശേഷം പെട്ടെന്ന് ആരുമില്ലാതെ, ആളും ആരവും ബഹളവും ഒന്നുമില്ലാത്ത ഒരു വീട്ടിലേക്ക്, കളിപ്പാട്ടങ്ങളുടെ ഇടയിലേക്ക് രാജീവ് മേനോൻ ചെന്ന് കയറാണ്. അത് കഴിഞ്ഞാണ് ഈ സിനിമയിലെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സീൻ വരുന്നത്. നെടുമുടി വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രം കറിയാച്ചൻ, അയാൾ മക്കളെയും ഭാര്യയും നാട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരികയാണ്. രാജീവ് കഴിഞ്ഞ 3 ദിവസമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണ്, രാവും പകലും കറിയാച്ചൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. കറിയാച്ചനുമായിട്ട് അയാൾ നേരെ ബാറിലേക്കാണ് പോകുന്നത്. കറിയാച്ചന് മദ്യപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കറിയാച്ചനോട് ഒരുപാട് സമയമെടുത്ത് ആലോചിച്ച് ഒരു ചമ്മലോടെ രാജീവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, തൊമ്മിയെ എനിക്ക് തരുമോ, എനിക്ക് തന്നൂടെയെന്ന്. ആ സീനും ആ എക്സ്പ്രഷനും ആ ഡയലോഗും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ചിത്രം സിനിമയിലെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. തൊമ്മിയെ എനിക്ക് തന്നൂടെ എന്നുള്ളത്. അതായത് അയാൾ ഭയങ്കര ഹെൽപ്ലെസ് ആണ്. കാരണം കല്യാണത്തിനെ കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ല. കാര്യം ഒരു സ്ത്രീ, ഒരു ഭാര്യ, അമ്മ എന്ന് പറയുന്നതൊന്നും അർത്ഥമില്ലാത്ത ബന്ധങ്ങളാണ് അയാളെ സംബന്ധിച്ച്. അയാളുടെ കുട്ടിക്കാലം മുതൽ അയാൾ അതാണ് അനുഭവിക്കുന്നത്. പക്ഷേ അച്ഛൻ മകൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ജീവിക്കുന്നു, എൻ്റെ സന്തോഷങ്ങൾ, എനിക്ക് കിട്ടാതെ പോയ കുട്ടിക്കാലമൊക്കെ അവന് കൊടുക്കണം എന്നുള്ള രീതിയിൽ അയാൾ പിന്നീട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അയാൾ ആൺകുട്ടിയെ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അയാൾക്ക് കിട്ടാതെ പോയ ഒന്ന്
ആ കുഞ്ഞിന് കൊടുക്കണമെന്നുള്ളതും താൻ അനുഭവിച്ച ഒറ്റപ്പെടൽ ആ കുഞ്ഞ് അനുഭവിക്കരുത് എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുടെ പുറത്താണ്. പക്ഷേ ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് ഇയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അയാളുടെ ഈസിയസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ കയ്യിൽ കാശുണ്ട്, കാശ് കൊടുത്താൽ എന്തും കിട്ടും എന്ന് പറയുന്ന ഒരു ചിന്തയിലാണ് അയാൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ തൊമ്മിയെ കറിയാച്ചനോട് അയാൾ ചോദിക്കുകയാണ്. ആ സമയത്ത് നെടുമുടി വേണു വീണ്ടും പീക്ക് ലെവലിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. വിഷമവും ദേഷ്യവും ഒരുപാട് കാര്യങ്ങൾ ആ മുഖത്ത് വരുന്നുണ്ട്. മകനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് അയാൾ രാജീവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. കറിയാച്ചൻ പറയുമ്പോൾ അത് ശരിക്കും രാജീവിന് കൊള്ളുന്നുണ്ട്. തനിക്കിങ്ങനൊരു ചോദ്യം ചോദിക്കാൻ തോന്നിയത് തനിക്ക് ബന്ധങ്ങളുടെ വില അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഒരച്ഛൻ ഒരിക്കലും തൻ്റെ മകനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവനെ പണത്തിന് തനിക്ക് തന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെയാണോ അവൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ജീവിക്കുക, അല്ലെങ്കിൽ ഞാനൊരു അച്ഛനാണെന്ന് പറഞ്ഞ് എങ്ങനെ ജീവിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നത്. ആ ഒരു പോർഷനിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഫിഗർ, കുഞ്ഞിനോടുള്ള സ്നേഹം, അത് മുഴുവൻ അവരവിടെ അതിഗംഭീരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറിയാച്ചനോട് തൊമ്മയെ ചോദിക്കാൻ പറ്റില്ല, പക്ഷേ തൊമ്മയെ പോലൊരു മോനെ വേണം. അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി സുകുമാരൻ അവതരിപ്പിക്കുന്ന ഹമീദ് ഡോക്ടറെ ചെന്ന് കാണുന്നു. അവിടെ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനുള്ള ഐഡിയ ഇദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ ഇതിൽ ഭയങ്കര രസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജീവ് എന്ന് പറയുന്ന ക്യാരക്ടർ അയാൾ കണ്ടു വളർന്നിട്ടുള്ള കുറേ എലമെൻറ്റുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നിപ്പം വരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ സ്കെയിലൊക്കെ വെച്ച് അളന്ന് നോക്കുമ്പോൾ ഇയാൾ എന്താണ് എന്ന് ചോദിക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ അന്നത്തെ കാലഘട്ടം, അയാൾ വളർന്ന സാഹചര്യം, അയാൾക്ക് വേണ്ടുന്നൊരു കുഞ്ഞ് എന്ന് പറയുന്നൊരു അവസ്ഥയിൽ നോക്കുമ്പോൾ അയാൾ ആദ്യം പറയുന്നത് എൻ്റെ കുഞ്ഞ് എന്നെ പോലെ വെളുത്ത് കൊഴുത്തിരിക്കുമോ എന്നുള്ളതാണ്. മാത്രമല്ല ഒരു അലവലാതി സ്ത്രീയിൽ എൻ്റെ കുഞ്ഞുണ്ടാവാൻ പാടില്ല, നല്ല പാരമ്പര്യമുള്ള സൗന്ദര്യമുള്ളൊരു പെണ്ണായിരിക്കും എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ എന്നൊക്കെ പറയുന്നത് അതൊരു കൺഫ്യൂഷൻ പോലെ, അതായത് അതിനൊരു തീരുമാനമാവാതെയാണ് അതവിടെ എൻഡ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരാളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരികയാണ്. ആനി എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരുടെ ഭർത്താവ് ചന്ദ്രദാസ്, അയാളൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഇപ്പോൾ കിഡ്നി തകരാറിലായിട്ട് ആശുപത്രിയിലാണ്. കിഡ്നി മാറ്റി വെക്കാൻ 2 ലക്ഷം രൂപയാണ് അവർക്ക് ചിലവായിട്ട് വരിക. ആ പൈസ കൊടുക്കുകയാണെങ്കിൽ ആനി ഈ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഈ ആനിക്കും ചന്ദ്രദാസിനും ഇടയിൽ ഇങ്ങനൊരു ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ എൻ്റെ വയറ്റിലൊരു 9 മാസത്തേക്ക് ഒരു ട്യൂമർ വളരുന്നു, അതിനുശേഷം നമ്മളത് മുറിച്ച് കളയുന്നു, ആ ഒരു ലാഘവത്തിൽ കാണാം എന്നൊക്കെ പറയുമ്പോൾ ആനിയുടെ അമ്മ വന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇതത്ര ഈസി ആയിട്ട് മുറിച്ച് കളയാൻ പറ്റുന്നൊരു ബന്ധമല്ല എന്നുള്ള രീതിയിലാണ് അവരത് പറയുന്നത്. ആക്ച്വലി ഒരു അമ്മയായതിനു ശേഷമുള്ള ഒരു ക്യാരക്ടർ ആ സിനിമയിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ആദ്യം ഇടപെടുന്നത് കവിയൂർ പൊന്നമ്മ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രമാണ്. അവരുടെ ആ വർത്തമാനത്തിലുണ്ട് ആ ഒരു വാണിംഗ്, നിങ്ങൾ എന്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു വാണിംഗ്. പക്ഷേ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നടക്കണം, അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആനി ഈ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ്. ഇതിൽ ഈ ചന്ദ്രദാസും ആനിയും തമ്മിലുള്ള ബന്ധത്തിൽ അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ചന്ദ്രദാസാണ് ആനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജീവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിലും രാജീവ് സ്നേഹപ്രകടനങ്ങൾ നടത്തുമ്പോൾ, അതായത് വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറയുന്ന അത്തരം പെരുമാറ്റങ്ങളോടൊക്കെ ആനി വളരെ നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. കാരണം അവരുടെ മുമ്പിൽ ആകെയുള്ള പ്രയോറിറ്റി ചന്ദ്രദാസിൻ്റെ ഓപ്പറേഷനാണ്. പക്ഷേ ചന്ദ്രദാസിനെ സംബന്ധിച്ച് അയാളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമാകത്തക്ക രീതിയിൽ അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു ദൈവദൂതനായിട്ടാണ് രാജീവ് മേനോൻ വരുന്നത്. സ്വാഭാവികമായും അതിനോടൊരു കടപ്പാട് അയാളുടെ ഉള്ളിലുണ്ട്. അതിനുശേഷം ഈ കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന് പറയുന്നത്, ഇവർ ഗർഭിണിയാണെന്നുള്ള വാർത്തയൊക്കെ വരുന്ന സമയത്തും ചന്ദ്രദാസിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റമില്ല. അത് വളരെ ഗംഭീരമായിട്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ആനിയെ കാണാൻ വരുന്ന രാജീവ് ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. ഒരു വണ്ടി നിറച്ച് ഫ്രൂട്ട്സ് ആയിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ അതൊന്നും സ്വീകരിക്കില്ല എന്ന് ആനി പറയുന്ന സമയത്ത് മുരളി പറയുന്ന, അതായത് ചന്ദ്രദാസ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എനിക്ക് തരുമോ, ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭാര്യയാണല്ലോ ഗർഭിണിയായത് എന്നുള്ളതാണ്. അത് രാജീവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി, അയാൾ അത്രയും ആശിച്ചു മോഹിച്ചു വന്നതാണ്, അയാളുടെ കുഞ്ഞ്, അയാളുടെ സ്വപ്നം, അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ചിന്തകളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ചന്ദ്രദാസ് പറയുന്നത് ഒരാപ്പിൾ എനിക്ക് തന്നോളൂ, ഗർഭിണിയായത് എൻ്റെ ഭാര്യയല്ലേ എന്ന്. പക്ഷേ രേഖ അവതരിപ്പിക്കുന്ന ആനി ആ സമയത്ത് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. കാരണം ഇത് ആണുങ്ങളുടെ ലോകത്തെ, പുരുഷന്മാരുടെ ലോകത്തെ ഒരു കുഞ്ഞു തമാശയാണ്. പക്ഷേ ആ സ്ത്രീയെ സംബന്ധിച്ചത് അത് വളരെ കോൺഫ്ലിക്റ്റ് ഉള്ളൊരു സിറ്റുവേഷനാണ്. മറ്റൊരാളുടെ കുഞ്ഞാണ് വയറ്റിൽ കിടക്കുന്നത്, അത് ഭർത്താവിനറിയാം, അത് ഒഴിവാക്കാൻ നിലവിൽ മാർഗ്ഗങ്ങളൊന്നുമില്ല. ആ സമയത്താണ് തൻ്റെ ഭർത്താവ് അയാളോട് ഒരു വിധേയത്വം കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. ഇതിൽ രാജീവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് പറയുന്ന എലമെൻ്റൊക്കെ നിൽക്കുമ്പോഴും വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിനെ അഡ്രസ്സ് ചെയ്തു സിനിമ എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. ലോഹിതദാസ് എന്ന് പറയുന്ന പുരുഷനാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. അതിൽ രേഖ അവതരിപ്പിച്ചിട്ടുള്ള ആനി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഇമോഷണൽ ചേഞ്ചുകളെ ഒക്കെ സിനിമ ഗംഭീരമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചന്ദ്രദാസിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ആനിയെ രാജീവ് മേനോൻ അയാളുടെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. അവിടെ അവരെ നോക്കാൻ ഒരുപാട് പരിചാരകരൊക്കെ ഉണ്ട്. ആ പരിചാരകരെയൊക്കെ ലീഡ് ചെയ്യുന്ന ക്യാരക്ടർ മാഗി എന്ന് പറയുന്ന സുകുമാരി അമ്മ അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. കുഞ്ഞിനെ കാണാൻ ചെല്ലുമ്പോൾ, കുഞ്ഞുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ
പുകവലി അപകടമാണെന്ന് കേൾക്കുമ്പോൾ രാജീവ് ശരിക്കും ആ ഒരു തവണ സിഗരറ്റ് വലിക്കേണ്ട എന്നല്ല തീരുമാനിക്കുന്നത്. ആക്ച്വലി സിഗരറ്റ് എടുത്ത് വലിക്കാൻ നോക്കിയിട്ട് ഇത് കുഞ്ഞിന് ദോഷമാണെന്ന് അറിയുമ്പോൾ തിരിച്ച് പാക്കറ്റിൽ വെച്ച് പോക്കറ്റിൽ വെക്കുന്നതിന് മുമ്പ് അയാളത് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരൊറ്റ എയർ എറിയുന്നുണ്ട്. ഇനി അത് വേണ്ട, കാരണം അയാൾ ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക്, ഒരുപാട് ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയൊക്കെ ഒരു ലോകത്തേക്ക് രാജീവ് പെട്ടെന്ന് ലാൻഡ് ആവുകയാണ്. എനിക്ക് ഈ സിനിമ കാണുന്ന അത്രയും സമയവും ഫീൽ ചെയ്തത് ഇതൊരു ഒരു നാച്ചുറൽ ഒരാഗ്രഹമാണ്, എനിക്കൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ളത്. അതേപോലെ തന്നെ രേഖ അവതരിപ്പിക്കുന്ന ആനിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും അവർക്ക് ഭർത്താവിനോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ കുഞ്ഞായിട്ട് ആ കുട്ടി ജനിച്ച് കഴിയുമ്പോൾ പതിയെ അതിനോട് അവർക്ക് ഡെവലപ്പ് ആവുന്നൊരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇതിനൊക്കെ സിനിമ ഗംഭീരമായിട്ട് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രാജീവ് തൊമ്മനെ കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് മാത്രം അച്ഛനാവാൻ ഇറങ്ങിയതല്ല, അയാളുടെ ഉള്ളിൽ അത്രയും ഡീപ്പായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും ഇമോഷൻസ് ഡെവലപ്പ് ആകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എസ്റ്റേറ്റിലേക്ക് ആനിയെ കാണാൻ ചെല്ലുന്ന രാജീവിൻ്റെ അടുത്ത് ആനി അത്ര പോസിറ്റീവായിട്ടൊന്നും അല്ല പ്രതികരിക്കുന്നത്. ആ സമയത്ത് രാജീവ് ദേഷ്യപ്പെടുന്നുമുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് ആനിയൊക്കെ പോയി കഴിയുമ്പോൾ രാജീവിനോട് സംസാരിക്കുന്നത് മാഗിയാണ്. അങ്ങനൊരു സിറ്റുവേഷനിൽ, അതായത് തൻ്റെ കുഞ്ഞ് ആ സ്ത്രീയുടെ വയറ്റിലുണ്ട്, ഞാൻ പൈസ കൊടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്, അപ്പം ഞാൻ പറയുന്നത് അവരനുസരിക്കണം എന്നൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് രാജീവ് നിൽക്കുന്നത്. പക്ഷേ ഗർഭിണിയായ ഒരു സ്ത്രീയോട് മോനെ അങ്ങനെ അല്ല പെരുമാറേണ്ടത് എന്ന് പറയുന്നൊരു അമ്മ ഫിഗർ അവിടെ ഡീൽ ചെയ്യുന്നത് അത് മാഗി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അവിടെ മുതൽ നമുക്ക് ഈ സുകുമാരി അമ്മയുടെ ക്യാരക്ടർ ഇങ്ങനെ വളരുന്ന കാണാൻ പറ്റും. അവിടെ വരുന്ന സമയത്ത് ആദ്യമേ രേഖയുടെ ക്യാരക്ടറിൻ്റെ ഓരോ ഇമോഷണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴും ആ ഫ്രെയിമൊക്കെ ഭയങ്കര രസമാണ്. അതായത് രേഖ നിന്ന് സംസാരിക്കുന്നു, അതിൻ്റെ ബാക്കിൽ നമുക്ക് സുകുമാരി അമ്മയെ കാണാൻ പറ്റും. അവരുടെ ഇമോഷൻസിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന, ഇതിലെ പെയിൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നത് അവർ മുഖം കൊണ്ട് പറയാണ്. അങ്ങനെ അവർ ആ ഫ്രെയിമിലുണ്ട്. അതിനുശേഷം പലയിടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സുകുമാരി അമ്മ ആക്ച്വലി ഒരു അമ്മയായിട്ട് മാറുകയാണ്. ഒരു അമ്മ പറയുന്ന അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയോട് പറയണ്ടായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം രാജീവിനോട് പറയുമ്പോൾ രാജീവിന് അത് മനസ്സിലാവുന്നുണ്ട്. വെറുതെ അല്ല ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ആനി മോനെ സ്നേഹിച്ച പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് രാജീവ് ചോദിക്കുന്നത്. എന്തായാലും ആദ്യം രാജീവ് ഏർപ്പാടാക്കിയ കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യവും കാണിക്കാതിരുന്ന ആനി തൻ്റെ ഭർത്താവ് ചികിത്സയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, സേഫായിട്ടിരിക്കുന്നു, കുഞ്ഞിനോട് വെറുപ്പൊന്നും കാണിക്കരുത് എന്ന കത്ത് കിട്ടിയതിന് ശേഷം അവരും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ പ്രസവത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നു. ഇതിൻ്റെ ഇടയിൽ പലവട്ടം ഈ ബന്ധങ്ങൾക്കിടയിലുള്ള ഇമോഷണൽ പരിപാടികൾ മനസ്സിലാവാത്തതിൻ്റെ പേരിൽ രാജീവ് ചൂടാവുന്ന കുറേ രംഗങ്ങളുണ്ട്. അതിലൊന്ന് ചന്ദ്രദാസ് ആനിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ആനി ഇപ്പം കാണണ്ട, ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞാലോ, അതിനുശേഷം നിങ്ങൾ തമ്മിലുള്ള ബന്ധപ്പെടലുകൾ അതൊന്നും ശരിയാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇയാൾ സംസാരിക്കുകയും ആനിയും ചന്ദ്രദാസും തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവരുടെ ആ ഒരു ഇമോഷണൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടതിന് ശേഷം രാജീവ് ചെന്ന് സോറി പറയുന്നുണ്ട്. എനിക്ക് ഈ ബന്ധങ്ങളുടെ തീവ്രതയൊന്നും മനസ്സിലാവില്ല, എന്നോട് ക്ഷമിക്കണം എന്ന്. ഇയാൾ ആക്ച്വലി ഈ ഒരു സംഭവത്തിന് ശേഷം അച്ഛനാവണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം അയാളത് പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ആദ്യം ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു മണ്ടത്തരം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇയാൾ ചൂടാവുന്നു, ബഹളം വെക്കുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ രാജീവ് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ പക്വതയുള്ള ഒരാളായിട്ട് മാറുന്നതും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. മറ്റൊരു മാരകമായിട്ടുള്ള സീൻ ഈ സിനിമയിലുള്ളത്, ആനിയുടെ പ്രസവം കഴിഞ്ഞു, കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, രാജീവ് കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. നമുക്കും അത് കാണുമ്പോൾ മനസ്സിലാവും അത് ലാലേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സന്തോഷം കൊണ്ട് എല്ലാവരെയും കാണിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന സമയത്ത് കവിയൂർ പൊന്നമ്മ വരുമ്പോൾ അവരെ കാണിക്കാതെയാണ് ഈ കുഞ്ഞിനെ മറ്റാളുകളെയൊക്കെ കൊണ്ട്, അതായത് ഇയാളുടെ സുഹൃത്തുക്കളെയൊക്കെ ഇയാൾ കുഞ്ഞിനെ കാണിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ അവരെ കാണിച്ച ശേഷം തിരിച്ച് മുരളിയും കവിയൂർ പൊന്നമ്മയും നിൽക്കുകയാണ്, ചന്ദ്രദാസും ആനിയുടെ അമ്മയും നിൽക്കുകയാണ്. അപ്പോൾ അവരോട് നിങ്ങൾക്കിപ്പോൾ എന്ത് വേണം, എന്ത് ചോദിച്ചാലും ഞാൻ തരും, എൻ്റെ സ്വത്തിൻ്റെ പാതി വേണം, അങ്ങനെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ തരും, ചോദിക്കൂ എന്ന് പറയുമ്പോൾ കവിയൂർ പൊന്നമ്മ അടുത്ത് വന്നിട്ട് ഞാൻ കുഞ്ഞിനെ ഒന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു പോസുണ്ട്, ഇയാൾ സമ്മതിക്കുന്നുണ്ട്, കവിയൂർ പൊന്നമ്മ ഉമ്മ വയ്ക്കുന്നുണ്ട്, അതിനുശേഷം പതിയെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അതിന് ഉമ്മ വെക്കുന്ന മൊമെൻറ്റ്, അത്രയും സമയം നിങ്ങൾ ലാലേട്ടൻ്റെ മുഖത്തേക്ക് നോക്കണം. അത് വേറൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് ദശരഥം. ലക്ഷങ്ങളുണ്ടോ കോടികളുണ്ടോ, അയാൾ ആ സമയത്ത് 89 കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള മുതലാളിയാണ്. അയാളോട് എന്ത് ചോദിച്ചാലും അയാൾ വരും. ആ ഒരു സന്തോഷത്തിൻ്റെ മൊമെൻറ്റിൽ ഇയാൾ രാജാവ് കളിക്കുകയാണ്. ആക്ച്വലി ഇയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എനിക്ക് സന്തോഷം തന്നത് ഞാൻ നിങ്ങളെ നന്നായി നോക്കും എന്ന് പറയുന്നൊരു കാര്യമൊക്കെയാണ്. ആ സമയത്ത് ഈ മുത്തശ്ശിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ പേരക്കുട്ടിയുടെ മുഖത്ത് ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് പറയുന്നൊരു ചോദ്യം മാത്രമാണ്. അതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ കാശും പണമൊന്നും വരില്ല എന്ന് പറയുന്നൊരു ഒറ്റ അടി കിട്ടുന്നൊരു സാധനമുണ്ട് അതിൻ്റെ അകത്ത്. എന്നാൽ അതേസമയം കൺഫ്യൂഷനുണ്ട്. ഇയാൾക്ക് അറിയില്ല ഇത്, ഇയാൾ ഈ ഇമോഷൻസ് ഡീൽ ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇയാൾക്ക് അറിയില്ല. അങ്ങനെ വളരെ, എന്നാൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ മോശമാക്കി കാണിക്കുകയോ ഒന്നുമില്ല. പക്ഷേ ഇത് മുഴുവൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ആ സീനിൽ വന്നു പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ക്യാമറമാനും എഡിറ്ററും കൂടി ചേർന്ന്
വിഷ്വലി ആ സാധനം അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയ കട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഇമോഷൻ കട്ടായി പോയനെ. അത് കഴിഞ്ഞ് ആനി കുഞ്ഞിനെ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ വേഗം അകത്തേക്ക് കൊണ്ടുവരൂ എന്നുള്ളത്. കാരണം ഇയാൾ വിചാരിച്ചത് ഈ കുഞ്ഞിനെ പ്രസവിച്ച് കിട്ടി അപ്പം തന്നെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഒരു 3-4 മാസം അമ്മയുടെ മുലപ്പാൽ കുട്ടിക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഈ ഡോക്ടർ കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പോകുമ്പോഴും ഇയാൾ അസ്വസ്ഥനാവുന്നുണ്ട്. ഇനിയും എങ്ങനെ നമ്മൾ ആനിയും ചന്ദ്രദാസിനെയും ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയേ പറ്റൂ എന്നൊക്കെ ചന്ദ്രദാസിനോട് പറയുന്നു. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. ഇയാളുടെ കണക്കുകളെല്ലാം പണത്തിൻ്റെ പേരിലാണ്. എന്തായാലും കുറച്ച് നാൾ കൂടി കുഞ്ഞിനെ നോക്കാം എന്ന് ആനിയും ചന്ദ്രദാസും തീരുമാനിക്കുന്നു. മാത്രമല്ല ഇയാൾക്ക് ഈ കുഞ്ഞിനെ കാണണം. അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി രാത്രി ആശുപത്രിയിൽ ജനലിൻ്റെ പുറത്തുനിന്ന് എത്തി നോക്കുമ്പോൾ ഇയാൾ കാണുന്നത് ആനി കുഞ്ഞിനെ പരിചരിക്കുന്നതാണ്. ഒരു അമ്മയുടെ അടുത്ത് ഒരു ഇൻഫൻറ്റ്, ഒരു ബേബി എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഇയാൾ കണ്ടിട്ടില്ല. ആ നോട്ടമൊക്കെ ഉണ്ട്, ആ ഫീലുണ്ട്. ഇയാൾ സ്വന്തം മകനെ കാണുക എന്ന് പറയുന്ന ഒറ്റ നോട്ടമാണെങ്കിലും ആ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൈ അതിന് ചുറ്റിക്കിടക്കുന്ന ഇയാൾ കാണുന്നില്ല. പിന്നീട് വീട്ടിൽ കയറി ചെന്ന് പിള്ള സാറിനോട് സംസാരിക്കുമ്പോഴും അയാൾ ഇതേ വർത്തമാനമാണ് പറയുന്നത്. ഈ മൊത്തം കാഴ്ചയാണ് അയാൾ വർണ്ണിക്കുന്നത്. മകനെ കാണാനാണ് പോയതെന്ന് പറയുമ്പോഴും അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. 3-ാം വയസ്സിൽ തന്നെ ഉപേക്ഷിച്ച് പോയ അമ്മയുടെ ആ ഒരു ആക്ടിനോടുള്ള അയാളുടെ ദേഷ്യത്തിലൊക്കെ അയവ് വരുന്നതൊക്കെ പിന്നീട് നമ്മൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കും. എന്നിട്ട് അയാൾ പിള്ള സാറിനോട് പറയുന്നത് എനിക്കുള്ളതൊക്കെ അവന് കൊടുക്കണം, എനിക്ക് കിട്ടാതെ പോയതെല്ലാം അവന് നേടിക്കൊടുക്കണം, നമുക്ക് അവനൊരു രാജകുമാരനെ പോലെ വളർത്തണം എന്നുള്ളതാണ്. പക്ഷെ പതിയെ പതിയെ പിന്നീട് സംഭവിക്കുന്നത് ആനിക്ക് കുഞ്ഞിനോട് സ്നേഹം കൂടി വരുന്നു എന്നുള്ളതാണ്. സ്നേഹം കൂടി വരുന്നു എന്നല്ല, ഒരു പക്ഷേ ചന്ദ്രദാസിനും മുകളിൽ ചന്ദ്രദാസിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത്. പക്ഷേ പതിയെ പതിയെ ആനി വളരെ പ്രകടമായി തന്നെ തൻ്റെ കുഞ്ഞിനെ തനിക്ക് വേണം എന്നുള്ള ആവശ്യം അറിയിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രദാസും അതുപോലെ തന്നെ രാജീവും ഒരുപോലെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മുരളിയുടെ ക്യാരക്ടർ കവിയൂർ പൊന്നമ്മയുടെ ക്യാരക്ടറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മറ്റേ ആനി മോനെ സ്നേഹിക്കുന്ന പോലെ എന്ന് പറയുന്ന ആ ഡയലോഗിനോട് ചേർത്ത് വെക്കാവുന്നൊരു ചോദ്യമാണ്. അതായത് തൻ്റെ ഭാര്യയ്ക്ക് അവളുടെ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലായി, പക്ഷേ പണം വാങ്ങിയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. നാളെ ആ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന കൺഫ്യൂഷൻ, ഇങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. ആ മനുഷ്യൻ തൻ്റെ അമ്മായിയമ്മയോട് അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യം, ഒരു സ്ത്രീക്ക് ഭർത്താവിനോടായിരിക്കോ കുഞ്ഞിനോടായിരിക്കോ ഏറ്റവും അധികം സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. കവിയൂർ പൊന്നമ്മ ഒന്ന് നിൽക്കുന്നുണ്ട്. അതായത് അത് എന്നൊക്കെ പറഞ്ഞ് ആ സീൻ അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു ഭയങ്കര കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആണ് എന്ന് മുരളി തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ തിരിച്ചുള്ള ഡയലോഗും അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഒരു 2-3 മാസം കൂടി, അതായത് കുഞ്ഞ് മുലപ്പാലല്ലാതെ മറ്റ് ആഹാരം അല്ലെങ്കിൽ പാല് കുടിക്കാൻ തുടങ്ങുന്ന ഒരു സമയം വരെ നോക്കാമെന്നായിരുന്നു. കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി എന്ന് പറയുന്നൊരു കാര്യം ഇയാൾ മനസ്സിലാക്കി കഴിയുമ്പോൾ രാജീവ് ആനിയോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുപിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് മുറി അടച്ച് അകത്തേക്ക് പോവുകയാണ് ആനി ചെയ്യുന്നത്. ആ സമയത്ത് പുറത്ത് വന്ന് ബഹളം വെക്കുന്ന രാജീവിനെയും മാഗിയാണ് ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ രാജീവ് അതുകൊണ്ട് അടങ്ങിയില്ല. അവൾ എന്നോട് കളിക്കാനാണെങ്കിൽ അവളെ ഞാൻ കൊന്നുകളയും എന്നുള്ള ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പൾസീവായിട്ട് തീരുമാനമെടുക്കുന്ന ഈ പറയുന്ന ഇമോഷണൽ കാര്യങ്ങളിലൊന്നും വലിയ ട്രെയിൻഡ് അല്ലാത്ത ഒരാളാണ് അയാൾ. പക്ഷേ ഈ അമർഷത്തിൻ്റെ പുറത്ത് പറയുന്ന ഒരു ഡയലോഗ് എന്നുള്ള രീതിയിലാണ് അത് മൊത്തത്തിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ആനി എന്തായാലും രാത്രി കുഞ്ഞുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും, അതായത് ആ ബംഗ്ലാവിൽ നിന്ന് ഒളിച്ച് കടന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരുടെ സഹായത്തോടെ ചന്ദ്രദാസും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ എനിക്ക് വളർത്തിയേ പറ്റൂ എന്നൊരു കാര്യം അവർ പറയുന്നു. അതിനിടയിൽ അവിടെ പുറത്ത് പോലീസുകാർ നിൽപ്പുണ്ട്. ആ പോലീസുകാർ അവിടെ നിൽക്കുമ്പോൾ തന്നെ രാജീവ് ഈ വിവരം അറിഞ്ഞ് ചന്ദ്രദാസിൻ്റെ താമസ സ്ഥലത്തേക്ക് വരികയും അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കുകയും അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതിനിടയിൽ വീട്ടിൽ വെച്ച് ആനിയും ചന്ദ്രദാസും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ വരുന്നുണ്ട്. ആ കോൺവെർസേഷനിൽ ഞാൻ വേണോ കുഞ്ഞ് വേണോ എന്ന് പറയുന്നൊരു ചോദ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇനി കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യയെ മറ്റൊരാളോടൊപ്പം വിട്ട ആൾ എന്നുള്ള ചീത്തപ്പേര് എനിക്കുണ്ടാവും എന്നൊക്കെയുള്ള ഡയലോഗ് അയാൾ പറയുമ്പോൾ ആനി തിരിച്ചു പറയുന്നത്, എങ്കിൽ ചന്ദ്രദാസ് നിങ്ങളുടെ ജീവിതം നോക്കി പൊക്കോളൂ, ഞാനും എൻ്റെ കുഞ്ഞും നിങ്ങൾക്കൊരു അപമാന ഭാരമായി ഉണ്ടാവില്ല എന്നുള്ള ഡയലോഗാണ് പറയുന്നത്. അവിടെ തകർന്നു പോകുന്ന ചന്ദ്രദാസിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് രാജീവ് കോടതിയിൽ ഇതൊരു കേസായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ കിട്ടണമെന്ന് പറഞ്ഞ്. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഇവർ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടും പിന്നെ ഇതിന് കൃത്യമായ നിയമസാധ്യത ഇല്ലാത്തതുകൊണ്ടും ഇവർ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺട്രാക്റ്റ് വാലിഡ് അല്ലാതാവും. അവിടെ കോടതിയിൽ നിന്നും തനിക്ക് തൻ്റെ കുഞ്ഞിനെ നേടിയെടുക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലേക്ക് രാജീവ് എത്തുന്നുണ്ട്. എന്നിട്ടും അവസാനവട്ട അപേക്ഷയായി ആനിയും ചന്ദ്രദാസും താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് എന്ത് വേണമെങ്കിലും തരാം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരാമോ എന്ന് അയാൾ ചോദിക്കുകയാണ്. അത് ആക്ച്വലി വൻ ഇമോഷണൽ സീനാണ്. നമുക്ക് ഇങ്ങനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും തോന്നും, ആ അമ്മയ്ക്ക് കുഞ്ഞിനെ പിരിയാൻ പറ്റില്ലെങ്കിൽ അമ്മ നോക്കട്ടെ കുഞ്ഞിനെ, ഇയാൾ ചിലവിന് കൊടുത്തോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കിക്കോട്ടെ, എന്തിനാണ് ഇങ്ങനെ എനിക്ക് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതെന്നൊക്കെ പറയുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനുള്ള കുറേ ഉത്തരങ്ങൾ തരികയോ അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ ഇയാളുടെ ഭാഗത്ത് നിൽക്കണം എന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ആ സീൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. ലാലേട്ടൻ തകർത്ത് അർമാദിച്ച് ആ സീൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും ഇമോഷണലായി. അതായത് ആ സിനിമയിൽ ആ ഒരു രംഗത്തേക്കൊക്കെ എത്തുമ്പോൾ
എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ക്ലൈമാക്സ് മെമ്മറിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന ക്ലൈമാക്സ് ആണത്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇൻറ്റൻസ് ആയിട്ട് തോന്നി എനിക്ക് ആ ഒരു കോൺവെർസേഷൻ. അവിടെ വെച്ചും കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യം ഉറപ്പായതിനു ശേഷം അയാൾ തിരിച്ച് അയാളുടെ ബംഗ്ലാവിലേക്ക് പോകുന്നുണ്ട്, ആനിയും കുഞ്ഞിനെയും താമസിപ്പിച്ച സ്ഥലത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ മറ്റ് ജീവനക്കാരെല്ലാവരും അവർക്ക് കിട്ടിയ ശമ്പളവുമായി പോയി കഴിഞ്ഞു. മാഗി മാത്രമാണ് അവിടെ നിൽക്കുന്നത്. മാഗിക്കും കണക്ക് തീർത്ത് ശമ്പളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പോവാത്തതെന്ന് ചോദിക്കുമ്പോൾ മാഗി പറയുന്നത് നേരിട്ട് കണ്ടിട്ട് പോകാമെന്ന് തോന്നി എന്നാണ്. അവിടെ വെച്ച് അയാളൊരു മദ്യക്കുപ്പി പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ സിഗരറ്റ് വലിയും മദ്യപാനവും ഒക്കെ ആവാലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. മാഗി ചെന്ന് നോക്കുമ്പോഴേക്കും അത് ചന്ദ്രദാസാണ്. ചന്ദ്രദാസിൻ്റെ കയ്യിൽ കുട്ടിയുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ചന്ദ്രദാസ് രാജീവിന് കുഞ്ഞിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാജീവ് 2 വട്ടം ചോദിക്കുന്നുണ്ട് ആനി സമ്മതിച്ചോ എന്നുള്ളത്. ആനി സമ്മതിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് അയാൾ അത്രയധികം ഉറച്ചിരുന്നു. ഒരു പക്ഷേ ആനി അത് സമ്മതിക്കരുത് എന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം 3-ാം വയസ്സിൽ അയാളുടെ അമ്മ അയാളെ ഉപേക്ഷിച്ച് പോയി എന്നാണ് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അയാളുടെ അമ്മയ്ക്ക് അയാളെ വേണ്ടായിരുന്നു എന്ന്. പിള്ളസാറുമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എന്നെ തൊടുന്നതേ അറപ്പായിരിക്കുമല്ലേ, അവരാഗ്രഹിച്ച ജീവിതം അവർക്ക് നേടാൻ പറ്റാത്തതിൻ്റെ പേരിൽ എന്ന് പറയുന്ന ഒരു സങ്കടം അയാളുടെ ഉള്ളിലുണ്ട്. ആനിയുടെ അടുത്ത് ലാസ്റ്റ് അപേക്ഷിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും അയാളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോണിലുണ്ടാവും അമ്മ ഉപേക്ഷിക്കാത്ത, അല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതല്ലാത്ത ഒരു കുഞ്ഞായിട്ട് എൻ്റെ മകൻ വളരണം, അവൻ മിടുക്കനായി വളരണം എന്ന് പറയുന്നൊരു ആഗ്രഹം. എന്തായാലും ആ ഞെട്ടലൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന സന്തോഷത്തിൻ്റെ എലമെൻ്റ് കൊണ്ട് അയാൾ അവിടെ ആ കുഞ്ഞിനെ അയാൾ സ്വീകരിക്കുകയാണ്. നിങ്ങൾ എക്സ്പ്രഷൻസ് ഒക്കെ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സീനാണത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ആനി കരയാണ്. ആനിക്ക് കുഞ്ഞില്ലാതെ പോകാൻ പറ്റില്ല. ആനിയും ചന്ദ്രദാസും തമ്മിലുള്ള ഒരു പിടിവലിക്കിടയിൽ ചന്ദ്രദാസ് പറയും, കുഞ്ഞിനെ വേണോ എന്നെ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാമെന്ന്. എന്നിട്ട് ചന്ദ്രദാസ് കാറിനടുത്തേക്ക് പോവാണ്. അപ്പോൾ ഒരേ ഡിസ്റ്റൻസിൽ ആ സീൻ ഭയങ്കര രസമാണ്. രേഖ 19-ാമത്തെ വയസ്സിലാണ് അവർ ആ വേഷം ചെയ്യുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എന്നാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിങ് റിസർച്ച് പേപ്പർ എന്തോ ആണ് അതിൽ കണ്ടത്. 19-ാം വയസ്സിൽ അവർ ചെയ്ത ക്യാരക്ടറാണ്. ആ പ്രായത്തിൽ അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം രേഖ അവതരിപ്പിക്കുന്ന ആനി എന്ന് പറയുന്ന കഥാപാത്രം നടുക്ക് നിൽക്കുകയാണ്. ഒരറ്റത്ത് ചന്ദ്രദാസ് ഉണ്ട്, മറ്റേ അറ്റത്ത് തൻ്റെ കുഞ്ഞുണ്ട്. ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണം. ജീവൻ പോലും കളയാം ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ അയാളെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ താൻ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ കുഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്, അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മൊമെൻറ്റിൽ രാജീവ് അയാളുടെ കുഞ്ഞുമായിട്ട് അടുത്തേക്ക് വന്ന് ആനിക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് പറയുന്നത്, ആനി നിൻ്റെ മോൻ എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ മോനെ നീ പിടിച്ചോ എന്നല്ല പറയുന്നത്, ആനിയുടെ മോനാണിത് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൈ കൊടുക്കുകയാണ്. ആ സീനിലൊക്കെ ഞാൻ ആലോചിക്കുന്നത്, ഇയാളുടെ മനസ്സിലൊരു അമ്മയുണ്ടല്ലോ, ഉപേക്ഷിച്ച് പോയൊരമ്മ. പക്ഷെ ഉപേക്ഷിക്കാൻ കഴിയാത്തൊരമ്മയെ അയാൾ അവിടെ കാണുകയാണ്. അയാൾക്കറിയാം അയാൾക്ക് കിട്ടാതെ പോയത് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് ഇയാൾ പഠിച്ച, അതായത് ഈ 10 മാസം ഈ കുഞ്ഞിൻ്റെ വളർച്ച, ഈ സമയത്ത് ഇയാൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തീവ്രതയേറിയ ഇമോഷൻസ് ഉണ്ടെന്നൊക്കെ അയാൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആനി അങ്ങനെ ഒരു കൺഫ്യൂഷനിലാക്കുകയോ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി എന്ന കുറ്റബോധം ആജീവനാന്തം പേറാൻ അനുവദിക്കുകയോ, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി ചന്ദ്രദാസിനെ ഉപേക്ഷിച്ചിട്ട് ആ കുറ്റബോധം ആജീവനാന്തം പേറാൻ അനുവദിക്കുകയോ ഒന്നും ചെയ്യാതെ അയാൾ കുഞ്ഞിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. ഒരു പക്ഷേ അയാളുടെ അച്ഛൻ ചെയ്തത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ മകനെ വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണെങ്കിലോ, അയാളുടെ അമ്മ അയാൾ കൂടെ വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ അയാളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. എന്തായാലും ആനിക്ക് കുഞ്ഞിനെ കൊടുത്ത് കാറിൽ കൊണ്ടുപോയി ആനിയെ കാറ് കയറ്റുന്നതിന് മുമ്പ് ചന്ദ്രദാസിനോട് പറയുന്ന ഡയലോഗ്, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. ആ കോൺവെർസേഷൻ്റെയൊക്കെ ബ്യൂട്ടി നോക്കും. ഈ കുഞ്ഞിനെയും ഭാര്യയും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നൊരു ഡയലോഗ് അടിച്ചിട്ട് ഇയാൾക്ക് വേണമെങ്കിൽ ഷൈൻ ചെയ്യാം. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ചന്ദ്രദാസ് അനുഭവിക്കുന്ന ഒരു ദുഃഖം കൂടിയുണ്ട്. അതിനെ കൂടി കൺസിഡർ ചെയ്ത് അയാളെ ആദ്യം ആശ്വസിപ്പിച്ചതിന് ശേഷം, അപ്പോളജൈസ് ചെയ്തതിന് ശേഷമാണ് പറയാനുള്ളത് രാജീവ് പറയുന്നത്. അങ്ങനൊരു സീൻ ഇതിനു മുമ്പ് ആ സിനിമയിൽ നമ്മൾ കാണുന്നില്ല. എല്ലായിടത്തും ഞാനൊരു സംഭവമാണ്, നിങ്ങൾ ക്ഷമിക്കൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന, അതായത് ഇയാൾക്കെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിന് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ അയാളുടെ ക്യാരക്ടറിന് ഉണ്ടായിട്ടുള്ളൊരു ചേഞ്ച് നമുക്കറിയാൻ പറ്റും. ചന്ദ്രദാസ്, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഇത്രയും ദയ നിങ്ങൾ എന്നോട് കാണിച്ചത്. പക്ഷേ ഒരു മത്സരത്തിൽ കുടുക്കി ഇവരെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ തോറ്റു പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് അവിടുത്തെ സെൻറ്റൻസ്. ഈ കുഞ്ഞിനെയും ആനിയെയും പിരിക്കാൻ നിങ്ങൾ നോക്കരുത്, നിങ്ങൾ തോക്കുകയുള്ളൂ. ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസൾട്ടാണ്. പക്ഷേ ആദ്യം പറഞ്ഞ ഡയലോഗിന് ശേഷം ഇത് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അത് കഴിഞ്ഞ് ആനിയോട് യാത്ര പറയുന്ന സീനുണ്ട്. ആനി, എനിക്ക് സന്തോഷമേ ഉള്ളൂ, എൻ്റെ മകൻ മിടുക്കനായി വളരും. കാരണം ഒരു ഇമോഷണൽ ഇൻ്റലിജൻസും ഇല്ലാതെ കാര്യങ്ങളൊക്കെ വളരെ മോശമായി ഡീൽ ചെയ്തുകൊണ്ടിരുന്ന, ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നെ വളർത്താൻ ഒരു അമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മകനൊരു അമ്മയുണ്ട്. നിൻ്റെ കൂടെ എൻ്റെ മകൻ മിടുക്കനായി വളരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അയാൾക്ക് ഉണ്ടായൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ വളർച്ചയാണത്. അയാൾ ആ കുഞ്ഞിനെ തൻ്റെ കൂടെ നിർത്തിയേ പറ്റൂ എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അയാളുടെ കുഞ്ഞും അമ്മയില്ലാതെ തന്നെ വളരും.
ഇയാളുടെ ഈ വാശികളും ഇയാളുടെ ഈ എന്തും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്ന ആറ്റിറ്റ്യൂഡ്, രാജകുമാരനെ പോലെ വളർത്തണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മകനും ഉണ്ടാവും. മകനും ഒരുപക്ഷെ കുറേ കാലത്തിന് ശേഷം അമ്മയെക്കുറിച്ച് അവൻ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ അമ്മയോടൊപ്പം അവൻ വളരട്ടെ, അവൻ മിടുക്കനായി വളരട്ടെ എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. നിന്നിലൂടെ പലതും പുതിയതായി ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു എന്നാണ് ആനിയോട് അയാൾ പറയുന്നത്. ഇതിനിടയ്ക്ക് ചന്ദ്രദാസിനോട് ഒരു റിക്വസ്റ്റ് അയാൾ വെക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുടെ കൂടെ ചില വിശ്വാസങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് വായ്ക്കരിയിടാനും മറ്റ് ചടങ്ങുകൾക്കും കൊള്ളി വെക്കാനും ഒക്കെ നിങ്ങൾ അവനെ അനുവദിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെ യാത്രയാക്കിയതിന് ശേഷമാണ് ഈ സിനിമയിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത, ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ക്ലൈമാക്സ് സീൻ വരുന്നത്. വെറുതെ എടുത്ത് കണ്ടു നോക്കും, അത്ര ഇഷ്ടമാണ് എനിക്ക്. സുകുമാരി അമ്മ നിൽക്കുന്നു. സുകുമാരി അമ്മയോട് ലാലേട്ടൻ ചെന്ന് ചോദിക്കുകയാണ്, എല്ലാ അമ്മമാരും ആനിയെ പോലെയാണോ എന്ന്. അപ്പോൾ അവർ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പതുക്കെ പറയുന്നത്, എനിക്കറിയാം ഇപ്പം എന്താ മനസ്സിലുള്ളതെന്ന്. കുഞ്ഞിൻ്റെ അമ്മയെക്കുറിച്ചല്ലേ ആലോചിച്ചത്. ആ സ്ത്രീക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇയാളുടെ അത്രയും നേരം ഉള്ളിലുണ്ടായിരുന്നു മകനെ വേണം എന്നൊക്കെ ഇയാൾ ആഗ്രഹിക്കുന്ന സമയത്തും ഇതെന്താണെന്നറിയോ, എനിക്ക് കിട്ടാതെ പോയത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കിട്ടാതെ പോയത് എന്തോ ഉണ്ട്, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു കൊതിയും കൂടിയുണ്ട്. ഇവിടെ ഈ ആദ്യം പറഞ്ഞ ഇമോഷനാണ് ഇയാളുടെ അടുത്ത് ഇത്ര നേരം തിളച്ച് നിന്നത്. പക്ഷേ ഇയാളുടെ ഒരു നീഡ് ടു ബി ലവ്ഡ്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് സ്നേഹം കൊതിക്കുന്ന ഒരു മകനുണ്ട് ഇയാളുടെ ഉള്ളിൽ. ആ മകൻ ആനി കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ പുറത്തേക്ക് ചാടുന്നൊരു സീനാണത്. അത്രയും നേരം അയാൾ അതിനെ കവർ ചെയ്തിരിക്കുന്നത് മകനെ കിട്ടിയിട്ട് വേണം അങ്ങനെ സ്നേഹിക്കാൻ എന്നാണ്. പക്ഷേ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒന്നാണ് സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്ന അയാളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് അയാൾ മാഗിയോട് ചോദിക്കുന്നത്, അതായത് എല്ലാ അർത്ഥത്തിലും അയാൾ കുറച്ച് മോശമായി പെരുമാറുന്നതെന്ന് തോന്നുന്ന സമയത്ത് ഒരു അമ്മയുടെ വാത്സല്യവും അതേസമയം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുന്നൊരു ബോധ്യത്തോടു കൂടി അയാളുടെ കൂടെ നിന്നത് മാഗിയാണ്. മാഗിയോട് അയാൾ ചോദിക്കുന്നത്, ആനി മോനെ സ്നേഹിക്കുന്ന പോലെ. ആനി അവളുടെ ജീവൻ കളഞ്ഞ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കും, അവൾ എന്തും നഷ്ടപ്പെടുത്തും ആ കുഞ്ഞിന് വേണ്ടി. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ആക്ച്വലി ലോകത്തുള്ള എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത് അതാണ്. ഒരു തരത്തിലുള്ള ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് അത് എത്ര ഡീപ്പായിട്ടുള്ള ഇമോഷനാണ് എന്നുള്ളത് ഓൾറെഡി അത് ഭയങ്കരമായി ലാക്ക് ചെയ്തിട്ടുള്ള ഒരു ലൈഫിൽ നിൽക്കുന്ന രാജീവ് ചോദിക്കുകയാണ് മാഗിയോട്. ആ ചോദ്യം കഴിഞ്ഞിട്ട് എനിക്ക് ലാലേട്ടൻ ആ ചോദിക്കുന്ന സീനൊക്കെ അടിപൊളിയാണ്, ലാലേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സുകുമാരിയമ്മ ഒരു നോട്ടം നോക്കും. അവിടെയാണ് ആ സീൻ കംപ്ലീറ്റ് ആവുന്നത്. അല്ലാതെ ലാലേട്ടൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, സുകുമാരിയമ്മ ഇങ്ങനെ പയ്യെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ സീൻ ചുമ്മാതായിപ്പോയനെ. അവിടെ സുകുമാരിയമ്മയുടെ കോൺട്രിബ്യൂഷൻ അമ്മാതിരിയാണ്. ഞാൻ ആലോചിക്കുന്നത്, ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സുകുമാരിയമ്മ ഒരു 30 വയസ്സിന് മുകളിൽ നിൽക്കുന്ന ആളായിരിക്കും. അതുപോലെ മുരളി 35 വയസ്സ് പ്രായമുണ്ട്. വിക്കിപീഡിയ അനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കിയാൽ ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയ ലോഹിതദാസും സിബി മലയിലും സംവിധാനം ചെയ്ത സിബി മലയിലും ഒക്കെ 35 അതിന് മുകളിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. മോഹൻലാൽ ആ സമയത്ത് 29 വയസ്സാണ് പ്രായം. രേഖയ്ക്ക് ആ സമയത്ത് 19 വയസ്സാണ് പ്രായം. ഇവരുടെയൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇവർ നമ്മുടെ മുന്നിലേക്ക് ആ ചെയ്തു വെച്ചിരിക്കുന്ന വേഷം, അവർ ഇമോഷണലി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത് എക്സെപ്ഷണൽ എന്നാണോ പറയേണ്ടത്, ബ്രില്യൻ്റ് എന്നാണോ പറയേണ്ടത്, അത് വേറെ എന്തെങ്കിലും ഗംഭീര വാക്കുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അത്രയും ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ നമുക്ക് മുന്നിലേക്ക് അവർ, ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡയലോഗുള്ളൊരു സിനിമ അത് കാണുക, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സിനിമ റീവാച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കിടക്കുന്ന സ്നേഹിക്കപ്പെടാനുള്ള കൊതിയുണ്ടല്ലോ, അത് അമ്മയിൽ നിന്ന് മാത്രമല്ല, അമ്മയാവാം, കൂട്ടുകാരാവാം, സഹോദരങ്ങളാവാം, അച്ഛനാവാം, പ്രണയിക്കുന്ന ആളാവാം, കൂടെ ജീവിക്കുന്ന ആളാവാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്നേഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിന് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം എന്നറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലർക്കത് ദേഷ്യമായിട്ട് വരുന്നത്, ചിലർക്കത് അഹങ്കാരമായിട്ട് വരുന്നത്. ഈ പറയുന്നൊരു സാധനം ഫുൾഫിൽ ആയാലുണ്ടല്ലോ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് അങ്ങനെ പ്ലെയിനായിട്ട് നിൽക്കും. അതുപോലെ ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ. നമ്മൾ പലപ്പോഴും ഈ തന്ത വൈബ് തള്ള വൈബിലൊക്കെ ഉൾപ്പെടുത്തി പറയുന്നതാണ്, ഞാനൊക്കെ പണ്ട് ഇങ്ങനെയാണ് സ്കൂളിൽ പോയത്, നിനക്കൊക്കെ ഇത്രയും സൗകര്യം ഉണ്ടാക്കി തന്നില്ലേ എന്ന്. അത് അവരുടെ അഭിമാനത്തിലും കൂടി ചേർന്നിട്ടാണ് അവരത് പറയുന്നത്. നമുക്കെന്തോ ചെയ്തു തന്നു എന്ന് പറയുന്ന ഒരു ഔദാര്യം എന്ന് പറയുന്നൊരു ലെവലല്ലത്. എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും നേടിയെടുത്തു എന്ന് പറയുന്ന ഒരു അഭിമാനത്തിൻ്റെ എലമെൻ്റ് അതിനകത്തുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ വീണ്ടും ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാണ് ദശരഥം റീവാച്ച് ചെയ്യുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്, പ്ലീസ് വാച്ച് ദശരഥം വൺസ് മോർ. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട ദശരഥം ആയിരിക്കില്ല ഇനി കാണുക. മലയാളം കണ്ട ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. ആ സമയത്ത് തിയേറ്റർ വിജയമായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജോൺസൺ മാഷിൻ്റെ സംഗീതമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അങ്ങനെ പെടച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇമോഷണലി ഇങ്ങനെ ടൈറ്റ് ആക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. വിഷ്വലി ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രകടനങ്ങൾ മികച്ചതാണ്. തിരക്കഥ എല്ലാം കൊണ്ടും ഇതൊരു മസ്റ്റ് വാച്ചാണ്. എന്തുകൊണ്ട് ഇത് തിയേറ്ററിലന്ന് വിജയമായില്ല എന്ന് ആലോചിക്കുമ്പോൾ ഈ പറയുന്നൊരു കൺസെപ്റ്റ്
ഒരാളുടെ കുഞ്ഞിനെ മറ്റൊരാളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ വളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അന്ന് ആളുകൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുന്നത് 78 മറ്റോ ആണെന്നാണ് കണക്ക് പറയുന്നത്. അവിടുന്ന് 89 എന്ന് പറയുമ്പോൾ അത്രേ ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 10 കൊല്ലം ഇന്ത്യ ഒട്ടാകെ ഈ ഒരു കാര്യം സ്പ്രെഡായിട്ട് പോലും ഉണ്ടാവില്ല. അന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാനും ഇങ്ങനെ അത് തിരക്കഥയിൽ ഒപ്പിച്ചെടുക്കാനും അത്രയും ഇൻറ്റൻസായി ഇത് അവതരിപ്പിക്കാനും ഒക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ ലോഹിദാസിനെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം. അതിനെ അത്രയും കൺവിൻസിംഗ് ആയി അവതരിപ്പിച്ച സിബി മലയിലിനെ നമ്മൾ ഒന്നുകൂടി പൂവിട്ട് പൂജിക്കാം. ആൻഡ് മികച്ച പ്രകടനങ്ങൾ, ടെക്നീഷ്യൻസ് എല്ലാം ചേരുന്ന ഈ സിനിമ നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കണം, ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പരിഗണിക്കുക.